ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യവുമായി GST നിലവിൽ വരികയാണ്. മറ്റന്നാളാണ് GST നിലവിൽ വരുന്നത്. നാളെ രാത്രി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രധാനമന്ത്രി GST ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി ബഹിഷ്കരണ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് എന്നാൽ ഈ തീരുമാനത്തിനൊപ്പം എത്തിയിട്ടില്ല. എന്തായാലും GST മറ്റന്നാൾ മുതൽ നിലവിൽ വരികയാണ്. ശ്രീ രഘുചന്ദ്രൻ നായർ അല്പസമയത്തിനകം ശ്രീ തോമസ് ഐസക്കിനെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സിമെന്റിനൊക്കെ വില കുറയാൻ പോവുകയാണ്. ഇതൊക്കെ നിർമ്മാണ മേഖലയ്ക്ക് അനുഗ്രഹമാണ്. മാത്രമല്ല സിമെന്റ് ഒക്കെ ഈ ചെക്ക് പോസ്റ്റുകൾ വഴി അനധികൃതമായി കൊണ്ടുവരുന്നത് തടയപ്പെടും. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാകുന്നുണ്ട് എങ്കിൽ പോലും നിരീക്ഷണമുണ്ടാവും. ഈ ചെക്ക് പോസ്റ്റുകൾ ഇല്ല എന്ന് ധനമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. അത് വൈകാതെ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാവുകയാണ്. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സ്ക്വാഡുകളായി മാറ്റുകയാണ്. ഈ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള ഇങ്ങനെയുള്ള കടത്ത് അവസാനിക്കുമെന്ന കാര്യം ഉറപ്പല്ലേ? നല്ല ഉറപ്പാണ്. മാത്രമല്ല ഈ നിർമ്മാണ മേഖലയ്ക്ക് നല്ല ഗുണം ചെയ്യും ഇത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും അന്യ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റും. നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം പർച്ചേസ് ടാക്സ്, എൻട്രി ടാക്സ് ഒക്കെ അടച്ചു വരുമ്പം ഇത് ഒരിക്കലും മുതലാവത്തില്ല. അപ്പോൾ അന്നേരം വെട്ടിപ്പ് നടക്കുന്നു. ഇപ്പോൾ അത് വരുന്നില്ല. ഇപ്പോൾ നമുക്ക് സാധനം നമുക്കിപ്പോൾ കിട്ടുന്ന സാധനം ഇന്ത്യയിൽ എവിടെ കിട്ടുന്നു അതേ വിലയ്ക്ക് ഇവിടെ കിട്ടുന്നു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ 20 ലക്ഷത്തിന് മുകളിലുള്ള 90% ആളുകളും രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു എന്നാണ് അറിവായിട്ടുള്ളത്. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. 50% പോലും ആയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇങ്ങനെ രജിസ്ട്രേഡ് അല്ലാത്ത വ്യാപാരികളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ പ്രശ്നമില്ല ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി വാങ്ങിക്കുന്നതിൽ നിന്ന്. കേരളത്തിൽ നമ്മൾ കാണുന്ന സ്ഥിതി എന്താ പറയുക, 5% വരെയുള്ള ഈ ട്രേഡേഴ്സിന് പറഞ്ഞാൽ 75 ലക്ഷം താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 75 ലക്ഷം മുതൽ 10 കോടി രൂപയ്ക്കകത്ത് ടേൺ ഓവർ ചെയ്യുന്ന ആൾ 40% ആൾക്കാർ. ഇത്രയും കാലം 40% ആൾക്കാർ, ഈ 75% ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം അവർക്ക് കോമ്പൗണ്ടിങ് 1% അല്ലെങ്കിൽ 2% കോമ്പൗണ്ട് ചെയ്ത് പോകാം. പക്ഷേ 75 ലക്ഷം മുതൽ 10 കോടി രൂപയ്ക്കകത്ത് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഇത്രയും നാൾ പലരും ടാക്സ് അടച്ചിട്ടില്ല, രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ടാക്സ് ആൾക്കാരെ അതിന് വാങ്ങിക്കുന്നു, അത് കയ്യിൽ വയ്ക്കുന്നു, പോക്കറ്റ് ഇടുന്നു. ഇതാണ് നടന്നത്. അത് ഇനി നടക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റുന്നത്, ഈ 40% ആൾക്കാർ ഈ പരിധിക്കകത്ത് കിടക്കുന്ന പലരും ഒന്നിലും അവർ ടാക്സ് അടച്ച് കൃത്യമായിട്ട് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൂട്ടേണ്ടി വരും. ചില ആൾക്കാർ ചെയ്യാൻ പറ്റിയാൽ വലിയ ഇപ്പം ഫോർ എക്സാമ്പിൾ 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വലിയ കോർപ്പറേറ്റ്സാണ്. അവർ വന്ന് എന്ത് ചെയ്യുന്നു, ടേക്ക് ഓവർ ചെയ്യും. കാര്യം അവർക്ക് നോക്കുമ്പോൾ ഇത് നല്ലതായി നടക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഇതിനെ ഒന്നിലും ഇയാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ വയ്യാത്ത ഒരാളിനെ ടേക്ക് ഓവർ ചെയ്തു, അല്ലെങ്കിൽ 2-3 ആൾക്കാർ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് അതൊരു വലിയ ഗ്രൂപ്പാക്കി മാറ്റും. അതേ നടക്കുള്ളൂ. കാര്യം ഇനി കാര്യം അപ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടായി. ഇപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ ഇനി കച്ചവടം ചെയ്യണമെങ്കിൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റേ ടാക്സ് വെട്ടിച്ച് അവന് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നതും മറ്റേ ആൾ ടാക്സ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തി നോക്കുമ്പം ടാക്സ് കൊടുക്കുന്ന ആളുടെ കയ്യിൽ ആൾക്കാർ കച്ചവടം കൊടുക്കാറില്ല. ടാക്സ് കൊടുക്കാത്ത ആളിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത്. കാര്യം മറ്റേ ആൾ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ സേവ് ചെയ്യുമ്പം അവനെ സംബന്ധിച്ചോളം ഇത് പൈസ സേവ് ചെയ്യുന്നതാണ് വലിയ കാര്യം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കാത്ത ഒരാളിന് കച്ചവടം കൊടുക്കുന്നു. അവൻ ഇപ്പോൾ ഒരു കെട്ടിടം പണിയാണെങ്കിൽ പോലും ടാക്സ് കൊടുക്കാത്ത ആൾക്കാർ കോൺട്രാക്ടേഴ്സിന് കച്ചവടം കൊടുക്കും. ടാക്സ് കൊടുത്തു വരുന്ന കച്ചവടക്കാർക്ക് കോർപ്പറേറ്റ്സ് അല്ലാതെ വേറെ ആൾക്കാർ വീട് വെക്കുന്ന ആളിന് പോലും പറ്റില്ല. ഇന്നിപ്പോൾ ഒരു വീട് വെക്കുന്ന ഒരാൾ ഒരു കോൺട്രാക്ടറെ വിളിച്ച് ചെയ്താൽ സാറിന് ഇവിടെ കേരളത്തിലുള്ള ഭൂരിഭാഗം കോൺട്രാക്ടേഴ്സും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഈ വന്നിരിക്കുന്ന ടാക്സ് ഈടാക്കിയിട്ടല്ല ഈ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ ആ സാധനം മാറും. ഇനി ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ കച്ചവടം ചെയ്യണം. അപ്പം നല്ല സ്ട്രക്ചർഡായിട്ട് ടാക്സ് കൊടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും. ഒന്ന്. പിന്നെ ഫ്ലാറ്റിൻ്റെ കാര്യം വരുന്നു, റിയൽ എസ്റ്റേറ്റ് ഭൂമിയുടെ കാര്യത്തിൽ ആക്ച്വലി ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്. നേരത്തെ ഞങ്ങൾക്ക് ഭൂമി ഒഴിവാക്കിയാണ് നമുക്ക് ഫ്ലാറ്റ് വിൽക്കുമ്പം അതിനകത്ത് ടാക്സ് ഇല്ല. പുതിയ GSTക്കകത്ത് ഭൂമിയും കൂടെ ചേർത്താണ് ടാക്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 4% വാറ്റ് കോമ്പൗണ്ടിങ്ങും 4.5% സർവീസ് ടാക്സും. അപ്പോൾ 8% അത് മാറി ഇപ്പോൾ 12%. ഈ 12% ആവുന്നതിൻ്റെ മാത്രമല്ല ഇത് ഭൂമിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കുമ്പം കൺസ്യൂമർ ബെനിഫിഷ്യലായി മാറും. അത് നല്ലതാണല്ലോ, ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് വരുമ്പം കൺസ്യൂമറിനാണ് ബെനിഫിറ്റ്. പക്ഷേ ആ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കുന്നത് ഏത് പുതിയ ഒരു ടാക്സ് വന്നാലും കുറച്ച് നാളത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാര്യം അതുകൊണ്ടായി സെപ്റ്റംബർ വരെ ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എന്നിട്ട് ഇത് കുറച്ച് കഴിഞ്ഞ് ഇവോൾവ് ചെയ്ത് ഒരു നല്ല സിസ്റ്റമായി തന്നെ വരും. അപ്പോൾ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കുള്ള ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ GSTയും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും കൂടെ വരുമ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഒരു ബ്ലാക്ക് മാർക്കുണ്ട്, ഒരു ചിന്താക്കുഴപ്പമുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് മാറിയിട്ട് ഇതിനൊരു സുതാര്യതായിട്ടുള്ള ഒരു മേഖലയായി മാറി കുറച്ചുകൂടെ ബെറ്റർ ആയി അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. പ്രശാന്ത് ജോസഫ്, ഇങ്ങനെ ഏതാനും മാസങ്ങളിൽ
ചില ആശങ്കകൾ നിലനിൽക്കും. ഇക്കാര്യം എല്ലാവരും സമ്മതിക്കുന്നത് തന്നെയാണ്. 2 മാസത്തെ ഈ നികുതി റിട്ടേണിൻ്റെ കാലാവധി നൽകിയതും അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാക്കുമെന്ന കാര്യം ധനമന്ത്രി പറയുന്നുണ്ട്. ഇത് എത്രമാത്രം പ്രായോഗികമാണ്? ഈ ചെക്ക് പോസ്റ്റുകളിലെ ആളുകളെ സ്ക്വാഡുകളാക്കി മാറ്റുമെന്ന് പറയുന്നു. ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സ്ക്വാഡുകളാക്കി മാറ്റുമെന്ന് പറയുന്നു. നികുതി വെട്ടിച്ച് അതിർത്തിയിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുവാനുള്ള പഴുതുകൾ പൂർണ്ണമായും അടയ്ക്കുന്നുണ്ടോ ഈ GST വരുന്നതോടുകൂടി? ഇപ്പോൾ ചെക്ക് പോസ്റ്റുകൾ GST വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും ഒഴിവാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള ചെക്ക് പോസ്റ്റുകളുള്ള ക്യൂ ഒഴിവാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പോൾ ഈ 2 മാസത്തോളം ധനമന്ത്രി പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ എക്സ്ട്രാ ചെക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മുടെ ഡെലിവറി ചെന്നാലും ഇൻവോയ്സും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തടഞ്ഞു നിർത്താതെ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ വെച്ചിട്ട് ഹാബിച്വലായിട്ടുള്ള ഒഫൻഡേഴ്സിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെയുള്ളവരെ മാത്രം തടഞ്ഞു നിർത്തി നമ്മൾ അതും ചെക്ക് പോസ്റ്റിൽ അത് നടക്കത്തില്ല എന്നത്. പിന്നെ ഈ ചെക്ക് പോസ്റ്റുകൾ GST വന്നു കഴിയുമ്പോൾ പൂർണ്ണമായി ഒഴിവാകുന്നില്ല. കാരണം E-way ബിൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവരുന്നുണ്ട്. അതായത് 50,000-ന് മുകളിൽ ഏത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്താലും അതിൽ E-way ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല ടെക്നോളജി ഉപയോഗിച്ച് ഈ തടഞ്ഞു നിർത്താതെ തന്നെ RFID ടെക്നോളജി ഉപയോഗിച്ച് ചെക്ക് പോസ്റ്റുകളിൽ RFID ഡിവൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടികളിലും RFID മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ടെക്നോളജി ഉപയോഗിച്ച് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ലാഭിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീ MB അഹമ്മദ്, ഇങ്ങനെ ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഇത് മുതലാക്കിക്കൊണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള ശ്രമം വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നും ഉണ്ടാകേണ്ടതല്ലേ? അനാവശ്യമായ സംശയങ്ങളും വ്യാജ പ്രചാരണങ്ങളും നടത്തിയാൽ ഏറ്റവും വലിയ ഈ സാമ്പത്തിക പരിഷ്കാരത്തിന് തന്നെയല്ലേ തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായും ഈ നികുതി സമ്പ്രദായത്തോട് വ്യവസായ വാണിജ്യ മേഖല സഹകരിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സഹകരണം വരുന്നുണ്ടോ? ചില സംഘടനകളെങ്കിലും എതിർപ്പുമായി രംഗത്ത് വരുന്നുണ്ടല്ലോ. അത് ഒഴിവാക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? എന്തായാലും സംസ്ഥാന സർക്കാരിന് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഈ നികുതി നിർദ്ദേശം വരുന്നതോടുകൂടി നടപ്പാക്കുവാൻ ധനമന്ത്രി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇനി സഹകരണമല്ലേ ഉണ്ടാകേണ്ടത് വ്യവസായ വാണിജ്യ മേഖലയിൽ നിന്നും? കടകൾ അടച്ചിടുകയോ പൂഴ്ത്തിവെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വ്യവസായികളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിനോട് 100% സഹകരിക്കുകയാണ് വേണ്ടത്. ഒരു വികസിത രാജ്യത്തിന് വേണ്ടുന്ന നികുതി വെട്ടിപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ്. എല്ലാ പൗരന്മാരുടെയും ഒരു വളരെ അത്യാവശ്യമാണ് നികുതി വെട്ടിപ്പും കള്ളക്കടത്തും അൺഅക്കൗണ്ട് ബിസിനസ്സുകളും ഒഴിവാക്കുക എന്നുള്ളത്. രഘുചന്ദ്രൻ നായർ വളരെ വ്യക്തമായ രീതിയിൽ അത് സംസാരിച്ചു. ലെവൽ ഗ്രൗണ്ടിലാണ് മത്സരം വേണ്ടത്. മത്സരത്തിലാണ് സാധനങ്ങളുടെ വില കുറയുന്നത്, ഉപഭോക്താവിന് നല്ല സേവനം കിട്ടുന്നത്. ഇതെല്ലാം ലഭ്യമാവണമെങ്കിൽ ലെവൽ ഗ്രൗണ്ട് ഉണ്ടാക്കണം. മത്സരിക്കുന്നത് ഒരേ രീതിയിൽ മത്സരിക്കാനുള്ള ലെവൽ ഗ്രൗണ്ട് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നികുതി വെട്ടിപ്പും അൺഅക്കൗണ്ട് ബിസിനസ്സും കള്ളക്കടത്തും പൂർണ്ണമായിട്ടും തടയാനുള്ള നിയമനിർമ്മാണങ്ങളും ശക്തമായ നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ ഗവൺമെൻറ് ഇന്ന് കിട്ടിക്കുന്നതിൽ ഒരരട്ടിയിലധികം വരുമാനം ഞങ്ങളുടെ മേഖലയിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് കിട്ടുമെന്നുള്ള 100% പറയാം. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ആരോപണം വ്യവസായ ലോകത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ GST വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ആശങ്കയൊക്കെ ഒഴിവാവുകയല്ലേ? എല്ലാം ഓൺലൈൻ ആവുകയാണ്. തട്ടിപ്പ് എവിടെയുണ്ടോ അവിടെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനത്തെ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങളെ ഹറാസ് ചെയ്യുന്നുള്ള യാതൊരു പേടിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ റെക്ടിഫിക്കേഷൻ പലപ്പോഴും വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ കോടതിയിൽ നിന്ന് വിട്ടിട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും അതൊരു ഹറാസ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ നേരെ കോടതിയിൽ പോകും. കോടതി പോയി കഴിഞ്ഞാൽ ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ തീരുമാനങ്ങളുമായിട്ടുണ്ട്. 120ഓളം കേസുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയിട്ട് വിജയിച്ചിട്ടുള്ളത്. കാരണം വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വം പ്രശ്നങ്ങളായിരിക്കും പലതും. ശരി, ഞാൻ ഇടപെടുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരം നിലവിൽ വരാൻ പോവുകയാണ്. രാഷ്ട്രീയമായി പോലും ഇതിനെ പ്രതിപക്ഷം പൂർണ്ണമായും എതിർക്കുന്നില്ല എന്നതും വലിയൊരു പ്രത്യേകതയാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം.